വെൽക്കം ടു ഫ്ലൈം ബേർഡ്സ്. ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്ന് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതെന്തിട്ടാന്നുള്ളത്. വാ, എൻ്റെ അമ്മ ഇവിടെ കുറേ ഉണ്ട്. വാ, കാണുന്നുണ്ട്? അതെ, ഇത് കണ്ട കൂണ് മുളച്ചേക്കണ്. ആദ്യമായിട്ട് ഈ ഭാഗത്തൊക്കെ കൂണ് മുളയ്ക്കണ കേട്ടോ. ഞാൻ പറമ്പിൽ അപ്പുറത്തെ സൈഡിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുറേ മുളച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നേ പിന്നെ കണ്ടിട്ടില്ല. 5-6 കാണാറുണ്ട്. ഇത്ര പേരുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ മുളയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കാണ്ട് പോയി പറിക്കാനാണ് പറയുക. സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കുക, അത് വിരിഞ്ഞു പോകുമെന്നൊക്കെ പറയണേക്കാം. എന്തിട്ടാ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ പറിച്ചെടുക്കട്ടെ. ഇന്ന് അടിപൊളിയായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ വന്ന അതിഥിയാണിത്. എൻ്റെ അമ്മോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അത്രയും കൂണിങ്ങനെ പറമ്പിൽ കാണുന്നത്. ഇന്നലെ ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടുണ്ടായി. ആ സമയത്താണ് കണ്ടാന്ന് തോന്നുന്നത്. വിരിഞ്ഞത് എടുക്കണ്ട, എന്നാലും വലിയ കുഴപ്പമില്ല. ഈശ്വര നോക്ക്, സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യാന്ന് പറയണ കാര്യമാണ്. എന്തോരം കൂടെ ദൈവമേ. അയ്യോ അയ്യോ അയ്യോ, ഇത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല കൂണ് വറുത്തരച്ച് കറി വയ്ക്കുന്നത്. ഭൂമി നമുക്ക് വേണ്ടി തന്നേക്കണ ഒരു വരദാനം. എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി തന്നേക്കണതാണ് ഇന്നത്തേക്ക്. ഈ കൂണിൻ്റെ ദേ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ദേ ഈ കൂണിൻ്റെ ഈ സ്കിന്നില്ലേ, ഇങ്ങനെ സ്കിന്നിങ്ങനെ അടർത്തിയെടുക്കും. ഇങ്ങനെ എടുത്ത് നന്നാക്കണേ. ഇങ്ങനെ ഇങ്ങനെ എല്ലാം ക്ലീൻ ആക്കട്ടെ. നല്ല ഭംഗി കാണാം അല്ലേ? കൊട നിവർത്തി നിൽക്കണ പോലെയുണ്ട്. പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഏതേത് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന കൊടുത്തിട്ട് ഇങ്ങനെ അടർത്തിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സ്കിന്നിങ്ങനെ അടർന്നു വരും. ഈ കൂണ് കഴിക്കാൻ പറ്റുന്നതാണോ എന്നൊരു ഡൗട്ട് ഒരാളുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് മാറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല കൂണാന്നാണ്. അതല്ലെങ്കിൽ വേറെ നീല കളറൊക്കെ ആയിട്ട് പോകും. ഇതൊന്ന് കഴിക്കാൻ പറ്റണത് തന്നെയാണ് കേട്ടോ. ഞാൻ എന്നാലും വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ വറുത്തരച്ച് നമുക്ക് കറി വയ്ക്കാം. കൂണ് ഒരുപാടുള്ള കാരണം ഞാനൊരു നാളികേരത്തിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം ആദ്യം തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർക്കുക. പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചേർക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. ഇത്രയും നന്നായി വറുത്ത് മാറ്റി വയ്ക്കാം. നാളികേരം ഒന്ന് മൂത്ത് വരുമ്പോൾ 3-4 ഉള്ളിയും 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ നാളികേരം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളകും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ അളവനുസരിച്ച് ചേർത്തോളൂ. കാരണം ഇതിപ്പോൾ എൻ്റെ അളവ് അനുസരിച്ചുള്ളൂ ഞാൻ പറയണേ. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അത് 1 ടീസ്പൂൺ.
അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി മൂപ്പിച്ച് മാറ്റി വയ്ക്കാം. ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ചു കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ കൂൺ വേവിച്ചിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്ത് വെച്ചേക്കണം നമ്മുടെ മഷ്റൂം, അതായത് നമ്മുടെ കൂണ്. ആ കൂണ് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വെച്ചേക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇട്ടിട്ടില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് അവിയും. അതിന് ശേഷം എല്ലാം ചേർക്കണുള്ളൂ കേട്ടോ. ഇപ്പം ഈ കൂണിലേക്ക് 2 പച്ചമുളകും ഒരു തണ്ട് വേപ്പിലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും. ഇനി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പൊഴിക്കാം. നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് നാളികേരക്കൊത്തും വറുത്തിടാം കേട്ടോ. കൂണൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ അരച്ചത് കൊണ്ടുവന്നതിലേക്ക് കേട്ടോ. ഉള്ളി മൂപ്പിച്ച് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് കറി ഫിനിഷ് ചെയ്യാം. നമുക്ക് കറിയിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് ഉള്ളി കാച്ചി ഒഴിക്കാം. ഉള്ളി നല്ലോണം ഒന്ന് മൂക്കട്ടെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ചൊറുക്ക. അങ്ങനെ നമ്മുടെ വീട്ടിൽ പ്രകൃതി നമുക്ക് ഉണ്ടാക്കി തന്ന സ്വയം ഉണ്ടായ കൂൺ വെച്ചിട്ട് വറുത്തരച്ച കൂൺ കറി, അത് കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് തിന്നണം കേട്ടോ. നല്ല അടിപൊളി കറി കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണിൻ്റെ ടേസ്റ്റേ അല്ല അതിന്. അപ്പം നിങ്ങളോട് ട്രൈ ചെയ്യാൻ ഞാൻ പറയണില്ല, ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കാണാനെന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും കിട്ടില്ലല്ലോ അങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുളച്ച് വരുന്ന കൂൺ എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.